ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ചാനലിന് വേണ്ടി ഇതുവരെ ഞാൻ എക്യുപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കൽ, എഡിറ്റ് ചെയ്യൽ, അപ്ലോഡ് ചെയ്യൽ എല്ലാം അത് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചൊരു സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര റീച്ച് ആയി എന്നല്ല, ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വീഡിയോ ഒക്കെ ഒന്ന് ക്വാളിറ്റി ഒക്കെ കൂട്ടിയിട്ട് വീഡിയോ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്യുപ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ എക്യുപ്മെൻറ്റ് നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് DJI എന്നൊരു ബ്രാൻഡിൻ്റെ ഓസ്മോ മൊബൈൽ 2 എന്നൊരു പ്രൊഡക്റ്റാണ്. ഇത് ഒരു ഗിംബലാണ്. പിന്നെ നമുക്ക് സ്റ്റെബിലൈസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഷേക്ക് ആവാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നൂൺ എന്ന സൈറ്റിൽ നിന്ന് കണ്ട് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഇന്നലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കേൾക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഓസ്മോ മൊബൈൽ 2 നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ കൊണ്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് കളർ ബോക്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബല്. ഇതിൻ്റെ കൂടെ 2 ഇൻസ്ട്രക്ഷൻ ബുക്സ് ഉണ്ട്. അതിൽ ഒരു ബുക്കിൽ അവർ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, DJIൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. 2 ലാംഗ്വേജിലായിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്ക് നമുക്ക് നല്ല യൂസ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തൊക്കെ. വാവ്, ഇത് ബോക്സ് കാണുന്ന പോലെയല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊരു തെർമോക്കോൾ ടൈപ്പിലുള്ള ബോക്സിലാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു USB കേബിൾ ഉണ്ട്. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് സാധാ നോർമൽ ടൈപ്പ് കേബിൾ തന്നെ കേട്ടോ. ഇനി നമ്മുടെ ഗിംബല്, ഇതാണ് കേട്ടോ നമ്മുടെ ഗിംബല് വരുന്നത്. ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും റൊട്ടേറ്റ് ചെയ്യാനും ഏത് രീതിയിൽ ഷേക്ക് ചെയ്യാതെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റും. ഇതിലിതാ 3 ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പവർ ബട്ടൺ ആണിത്. ഇതൊരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓൺ ആവും. ഇത് നമ്മുടെ ക്യാമറ എടുക്കാനും പിന്നെ അതുപോലെ റെക്കോർഡിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാം. ഇത് ജോയ്സ്റ്റിക്ക്. ഇത് നമുക്ക് ഇതിൻ്റെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും ഇതെല്ലാ ഭാഗത്തോട്ട് റൊട്ടേറ്റ് ചെയ്യാനും കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് സൂം ഇന്നും സൂം ഔട്ടും ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട്. പിന്നെ അതുപോലെ ബാക്ക് സൈഡിലൊരു USB പോർട്ടലുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ നമ്മുടെ ഫോണിലൊക്കെ ചാർജ് ഇല്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ ഗിംബലിന് 2600 mAh പവർ ആണ് ഉള്ളത്. ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ അവർ ചാർജ് നിൽക്കുന്നു പറയുന്നുണ്ട്. ഇതിൻ്റെതായി മുകൾ ഭാഗത്തോട്ടായിട്ട് 3 ആക്സസ് വരുന്നുണ്ട്. നമ്മുടെ ഫോണൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു ആക്സസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ആക്സസ് വരുന്നുണ്ട്, ഇവിടെ ഒരു ആക്സസ് വരുന്നുണ്ട്. അങ്ങനെ 3 ആക്സസ് ഇതിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ 2 സ്ക്രൂസ് വരുന്നുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ആയിട്ട്. ഈ ഭാഗത്തൊരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇത് നമ്മുടെ ലെങ്ത് ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണ്. ഈ സ്ക്രൂ നമുക്കിവിടെ ഫോൺ വയ്ക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊരു സ്ക്രൂ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിംബലിൻ്റെ ഓവർവ്യൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട് കേട്ടോ. ട്രൈപോഡ് ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് വെക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഏകദേശം ഓവർവ്യൂ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മുടെ ജിംബല് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഈ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ ലൈറ്റ് കത്തും. ഇത് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇവരെ ആപ്പ് ഒന്ന് കണക്ട് ചെയ്യണം.
അപ്പോൾ ആപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു ബാർകോഡ് വരുന്നുണ്ട്. ഈ ബാർകോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഫോണിൽ കയറ്റിയാൽ മതി. അപ്പോൾ ഇനി അഥവാ നമ്മുടെ കയ്യിൽ ആ ആപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴിയും കണക്ട് ചെയ്യാം. ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ നമുക്കിത് കണക്ട് ആക്കാൻ പറ്റും. അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫോണൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇനി നമുക്ക് ഫോണൊന്ന് ഇതിപ്പോൾ കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം പൗച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. ഇതിന് ലൈറ്റ് വെയിറ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ സെന്ററിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് ഉള്ളോട്ടേക്കും പുറത്തോട്ടേക്കും ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ സെന്റർ ഭാഗം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റാക്കി കൊടുത്തിട്ട് ഇങ്ങനെ സെന്ററിൽ കറക്റ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഒന്ന് ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ആയപ്പോൾ നമ്മുടെ ഫോൺ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷേക്ക് ആവില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഈ ഒരു ബട്ടൺ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഭാഗത്തൂടെ ആക്കാം. അതിപ്പോൾ താഴത്തോട്ടാക്കി അതുപോലെ തന്നെ നമുക്ക് മുകളിലോട്ടാക്കാൻ പറ്റും. ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കും. നമുക്ക് ഫോണിന്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫോണിൽ തൊടാതെ തന്നെ ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കൽ, ഏത് ഭാഗത്തോട്ട് മൂവ് ചെയ്യിക്കൽ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒറ്റയടിക്ക് ഇങ്ങനെ വ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങനെ എല്ലാ ഭാഗവും കൂടെ കറക്റ്റായിട്ട് ഷേക്ക് ആകാതെ കിട്ടാൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ബട്ടൺ ഫോട്ടോ എടുക്കുന്നതല്ലാതെ തന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനും ഇത് പറ്റും. വോയിസിന് വേണ്ടിയിട്ട് ഇതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിംബലിന്റെ ഓവറോൾ ഫംഗ്ഷനൊക്കെ വരുന്നത്. ഇതിന്റെ റേറ്റ് ഞാനിത് ഓർഡർ ചെയ്ത സമയത്ത് 499 500 ദിറംസ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ന്യൂണില്. അപ്പൊ ഏകദേശം നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 9000 ഒക്കെ എടുത്ത് 9500 ഇപ്പോൾ വരും, കുറച്ച് വരും. 10,000 വരുന്നില്ല നാട്ടിലെ റേറ്റ് നോക്കുമ്പോൾ. ആ ഒരു റേറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇപ്പോൾ ഓസ്മോ 3 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓസ്മോ 3ലേക്കൊന്നും പോയില്ല. നമ്മളിപ്പോ ഒരു സ്റ്റാർട്ടിങ് അങ്ങനെയല്ല. അപ്പൊ 2 വാങ്ങിക്കാൻ എഴുതിയിട്ടാണ് ഇത് മേടിച്ചത്. സ്റ്റെബിലൈസർ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഷേക്ക് ആവാതെ നമുക്ക് കറക്റ്റായി കിട്ടുന്ന ഒരു വ്യൂ കാണിക്കാനാണ്. നമ്മുടെ കോറിഡോറിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ മാത്രം ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ആർക്കെങ്കിലും നമ്മുടെ ഈ ഗിംബലൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.